ഹായ് ഹലോ, ഞാൻ സീനയാണേ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വർക്കുള്ളൊരു ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഉണ്ടാപ്പിയുടെ കൂടെ ഇത്തിരി നേരം തല്ലു പിടിച്ച്, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞാൻ പോയി ഫ്രഷായി. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ടീഷർട്ടും പിന്നെ ഒരു ജീൻസും, ബ്ലാക്ക് ജീൻസ് ഞങ്ങളുടെ യൂണിഫോമാണ്, ശരിക്കും യൂണിഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ജീൻസോ പാൻറ്റോ, പിന്നെ കോട്ട് മാത്രമേ സെപ്പറേറ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ ഇടാൻ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കിന്നിപ്പോൾ ഡിസംബർ ടൈമൊക്കെ ആയതുകൊണ്ട് സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തു. നിവ്യയുടെയാണ്. നല്ല സ്റ്റാൻഡേർഡ് സ്മെല്ലാണ്. പിന്നെ അധികം ഗ്രീസി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്മിറ്റനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ലതാണ്. ഞാൻ അതിൻ്റെ വലിയ പ്രൊഡക്റ്റ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉടനെ അത് വാങ്ങിക്കണം. ഇത് തീർന്നിട്ട് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഫേസിൽ ടെക്സ്ചർ ഇങ്ങനെ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യും. ചെറുതായിട്ടൊരു ബ്ലർ എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യണേ കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാനതിപ്പോൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നുണ്ട്, മോർണിംഗും നൈറ്റും. പിന്നെ ടാൽക്കം പൗഡർ യൂസ് ചെയ്തു. ടാൽക്കം പൗഡർ വന്നിട്ട് വൈറ്റ് ടോണിൻ്റെ ടാൽക്കം പൗഡറാണ്. അപ്പോൾ ഞാനിപ്പോൾ അതാണ് ഇടുന്നത്. ജസ്റ്റ് ഇത് മാത്രമേ ഇടുള്ളൂ. സൺസ്ക്രീൻ ഇപ്പോൾ എൻ്റെ തീർന്നിരിക്കണം. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ ഇപ്പോൾ ഇടാനായിട്ട് പറ്റണില്ല. പിന്നെ കുടയൊക്കെ പിടിച്ചിറക്കണമെന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ലപോലെ ടാൻ അടിക്കും. കാരണം നമ്മൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ അവിടെ ഇവിടെയും പുറത്തൊക്കെ പോകേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും ടാൻ അടിക്കും. എപ്പോഴും കുട പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാജൽ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഹെർബിൻ്റെ കാജലാണ് യൂസ് ചെയ്യണത്. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കില്ല നമ്മുടെ ഐലിഡൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇത് ഭയങ്കര മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള കാജലാണ്. ക്രീമി അല്ല, ഭയങ്കര ഡ്രൈ ഫിനിഷ് തന്നെയാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് സ്മഡ്ജാവേന്നുമില്ല. അപ്പോൾ അത് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ ഐലിഡ് മേളിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഡാസ്ലറിൻ്റെ മുമ്പുണ്ടായിരുന്ന പഴയ വേർഷൻ്റെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിഗ്മെൻറ്റേഷൻ കുറവാണ്. വെള്ളത്തിൽ ഇങ്ങനെ ഒരു കളർ മിക്സ് ചെയ്ത ആ ഒരു ഫീലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കും, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ വിങ് ലൈനറാണ് കേട്ടോ ചെയ്യണത്. കാരണം എൻ്റെ കണ്ണിങ്ങനെ ഉരുണ്ട കണ്ണാണ്. ബാക്കി എല്ലാവരുടെ സ്ക്വയറാന്ന് പറയരുത്. എൻ്റെ ഇത്തിരി ഇങ്ങനെ പുറത്തോട്ട് തള്ളിക്കണ പോലെ സാധനമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇങ്ങനെ വാലിട്ട് കണ്ണെഴുതുമ്പോഴാണ് എനിക്കിഷ്ടം. പിന്നെ എനിക്ക് മാത്രം കാണാൻ പാകത്തിന് ഒരു പൊട്ട് ഞാൻ തുടങ്ങുന്നുണ്ട്. ഇതായതുകൊണ്ടാണ് കേട്ടോ, ഈ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ടിട്ടാണ് ഇങ്ങനത്തെ പൊട്ട് തൊട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് ഇപ്പോൾ പുറത്തേ പോകാറില്ല. ഇപ്പം യൂസ് ചെയ്യണത് ഇതിൻ്റെയാണ് കേട്ടോ. ഫേസസ് കാനഡയുടെ ഒരു ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഒരു മെറൂൺ ഷെയ്ഡാണ്. നമ്മുടെ ഡസ്കി സ്കിൻ ടോണിനും ഒക്കെ ചേരണ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ഷെയ്ഡല്ല ഇത്, ആക്ച്വലി ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കണുള്ളൂ, ഡ്രാഗ് ചെയ്ത് കൊടുക്കണില്ല. അതിങ്ങനെ വരച്ചൊന്നും കൊടുക്കണില്ല. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ ആ പിഗ്മെൻറ്റേഷൻ നമ്മുടെ ലിപ്സിലാവണുണ്ട്. ഇങ്ങനെയും മതിയെന്ന് വിചാരിച്ചു, അധികം ഇതായിട്ട് വരക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ രാത്രിയിലൊക്കെ ആണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഡാർക്കായിട്ട് ഇടും കേട്ടോ. പിന്നെ സെയിം സാധനം വെച്ചിട്ട് തന്നെ ബ്ലഷ് ഇല്ലാഞ്ഞിട്ടല്ല, ഇത് ചെയ്തിപ്പോൾ ശീലമായി. അങ്ങനെ ചെയ്യാനും പാടില്ല എന്നാണ്. ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ബ്ലഷായിട്ട് ഇടാൻ പാടില്ല എന്നാണ്. പക്ഷെ എന്നാലും എല്ലാം അറിയാമെങ്കിലും നമുക്കങ്ങനെ ചെയ്തില്ല ഒരു സുഖം വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം ഇത് വെച്ച് തന്നെ ബ്ലഷായിട്ട് അപ്ലൈ ചെയ്തു. പിന്നെ ടു ഡു ലിസ്റ്റ് മുടങ്ങാണ്ട് ചെയ്യണൊരു കാര്യമാണ് ടു ഡു ലിസ്റ്റ്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കറക്റ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ടു ഡു ലിസ്റ്റ് എല്ലാം എഴുതി അത് ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു. സാധാരണ നോട്ട്ബുക്കിൽ എഴുതണ ടു ഡു ലിസ്റ്റാണ്. പിന്നെ അതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ചും കഴിച്ചിട്ടാണ് പോയത്. പിന്നെ ഇന്നത്തെ വർക്ക് വന്നിട്ട് ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ ബിഷപ്പ് ഹൗസിൻ്റെ ഉള്ളിലാണ് കേട്ടോ വർക്ക്. ഞാൻ ചേച്ചിമാരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് കഴിയുമ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചി പോകാമെന്ന്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ചേച്ചിക്ക് ഫോർട്ട് കൊച്ചി പോകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പച്ചക്കിളിക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലോട്ട് നടക്കണുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ സ്ലോ മോഷനിൽ നടന്നു പോകാൻ, ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരാൾ അവിടെ നിന്ന് വ്ളോഗ് ചെയ്ത് പോയി, തലങ്കുത്തി വീഴാൻ പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് വന്നു. ഇപ്പോഴത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പ്രാവുകളും ഒക്കെ കണ്ടു. പിന്നെ ഇതുങ്ങളുടെ കൂടെയൊക്കെയുള്ള ടൈം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നല്ല രസമാണ് എന്ന് വെച്ചാൽ എല്ലാവരും ഹാപ്പി മൂഡാണെങ്കിൽ നല്ല രസമായിരിക്കും.
അവരോട് എൻജോയ് ചെയ്യാം, കളിയും ചിരിയും തമാശയും. ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡ് മാറാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ എല്ലാവരും വരും കൂടെ. അതുകഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു നേരെ വീട്ടിലോട്ട് വന്നിട്ടോ. വീട്ടിൽ വന്നപ്പോഴത്തേക്കും മേളിൽ വന്നപ്പോഴത്തേക്കും കോളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല മഴക്കാറ്, അങ്ങനെ മഴയും പെയ്തു. അപ്പോൾ അതെഞ്ച് ഞാൻ വിചാരിച്ചു, എൻ്റെ ഫേസ് നല്ല ടാൻ അടിച്ചിരിക്കണേണ്, അപ്പോൾ ടാൻ മാറ്റാനായിട്ടൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റൈസ് പൗഡറും പിന്നെ നമ്മുടെ സാധാരണ കോഫി പൗഡറില്ലേ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു. ഫേസിലും നെക്കിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ ഫേസും നെക്കും ഭയങ്കരമായിട്ടും ടാൻ അടിച്ചു അങ്ങനെ ഇരിക്കാനാണ്. നമ്മുടെ അരൂർ ഏരിയയിലൊക്കെ പോയിട്ട് ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു, വർക്കിന് കാറ്ററിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കൂടി നടന്നു പോകുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടിയും പിന്നെ ഒടുക്കത്തെ വെയിലും എല്ലാം കൂടി ആയിട്ട് നമ്മൾ കരിഞ്ഞേ വരുള്ളൂ. എത്ര വെളുത്തിരിക്കുന്ന ആളാണെങ്കിലും എത്ര കുട പിടിച്ചാലും സൺസ്ക്രീൻ ഇട്ടാലും കരിഞ്ഞേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊന്നും മാറാൻ വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ, നിങ്ങൾ ഡെയിലി ബേസിലൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ കുറച്ച് നേരം ബുക്സൊക്കെ വായിച്ചു. ഇപ്പം ഞാൻ മാക്സിമം ആഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സംഭവം കേട്ടോ ടു ഡു ലിസ്റ്റിൽ ബുക്സ് വായിക്കുക എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ടാപ്പിയുടെ കൂടെ ഇത്തിരി നേരം കളിച്ചു, അല്ലെങ്കിൽ ഭയങ്കര പരാതിയായിരിക്കും. പിന്നെ നടക്കാൻ പറ്റില്ല അതിലേ കൂടി, അപ്പോൾ തന്നെ കാലിൽ കയറി ചാടി കയറി കെട്ടിപ്പിടിച്ച് കടിക്കും, അങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും മൈൻഡ് ചെയ്തില്ലെന്നാണെങ്കിൽ. ഇവിടുത്തെ സെലിബ്രിറ്റിയാണ്. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വെച്ചാൽ അതിനും ഇമോഷൻസ് ഉണ്ടാവില്ല. എവിടെയും പുറത്തൊന്നും പോകുന്നില്ല, ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ പോയാലും നമ്മുടെ കോമ്പൗണ്ടിൽ ഇറങ്ങി ഒരു ഇത്തിരി നേരം കളിക്കും. അവിടുത്തെ എന്തെങ്കിലുമൊക്കെ അഴുക്കിൽ കിടന്ന് വരങ്ങണം പപ്പനമ്മയും ചീത്ത പറഞ്ഞകത്ത് കയറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശാത്തിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് ഞാൻ ഇത്തിരി നേരം കളിപ്പിച്ചു. പാതിരാത്രി ആയപ്പോഴത്തേക്കും വിശക്കണം, സ്വാഭാവികം. ഞാൻ മിക്കപ്പോഴും പാതിരാത്രിക്ക് എഴുന്നേറ്റ് തീറ്റയ്ക്കുണ്ട്. അതെത്ര ഹെൽത്തി അല്ലെങ്കിലും സാധാരണ തന്നെയുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ട്, പഴമോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാറുള്ളൂ. ഇന്നിപ്പോൾ വിശന്നപ്പോഴത്തേക്കും ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തന്നു. ഇന്നാണ് ഇപ്പോൾ ഇങ്ങനെ കഴിക്കണം. അപ്പോൾ രാത്രിയിൽ എഴുന്നേറ്റ് സൈലൻ്റായിട്ട് ചെയ്യണം, അല്ലെന്നാണെങ്കിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർ എഴുന്നേറ്റൊന്ന് ചീത്ത പറയും. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി ഇങ്ങനെ വെള്ളം പോലെ സൂപ്പി നൂഡിൽസില്ലേ അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ താഴത്തൊരാൾ കിടന്നിട്ട് തായ് മസാജ്, കാലിൽ മസാജ് ചെയ്ത് തന്നെ നഖം വെച്ച് ഇങ്ങനെ സ്ക്രാച്ചാൻ വേനൊന്നും തരില്ല, നോവിക്കൊന്നുമില്ല കേട്ടോ, പാവമാണ് ആശാത്തി. പിന്നെ ഞാൻ നൂഡിൽസൊക്കെ കഴിച്ചു, അതേ ഉറങ്ങാൻ പോകണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.